പിയാ സുനിൽ, എൻഡിഎയുടെ കുതിപ്പ് അത് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനേക്കാളും മുകളിലേക്ക് ഇതിനകം തന്നെ ലീഡ് നിലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ പ്രത്യേകിച്ചും മഹാഗഠബന്ധനായി മത്സരിക്കുമ്പോൾ അവിടെ നേരിട്ട ഒരു തകർച്ച, കാരണങ്ങൾ പലത് പറയുമ്പോഴും തകർച്ചയായി തന്നെ നമ്മുടെ മുന്നിൽ ദൃശ്യമാവുകയല്ലേ സുനിൽ? തീർച്ചയായും 200-നടുത്ത് വരെ സീറ്റ് എൻ ഡി എക്ക് ആരും പ്രവചിച്ചതല്ല. ഏതായാലും അതിനടുത്തേക്ക് വരെ സീറ്റ് നില ഉയർന്നിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിജയം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചും ജെ ഡി യുവിനെ സംബന്ധിച്ചും എൻ ഡി എയെ സംബന്ധിച്ചും. ഏതായാലും മഹാസഖ്യമൊക്കെ തന്നെ ഇത്രയും വലിയൊരു പരാജയം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എക്സിറ്റ് പോളുകളൊക്കെ തള്ളിയാണ് തേജസ്വി യാദവും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമൊക്കെ തന്നെ രംഗത്ത് വന്നത്. ഒരുപക്ഷെ അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ അത് SIR-ലൂടെ നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിയായിരിക്കും എന്ന ഒരു വിമർശനം, എന്നൊരു അഭിപ്രായം നേരത്തെ പറഞ്ഞിരുന്നു. അതായാലും ഇനി ആ ഒരു പ്രചരണമായിരിക്കാം ഒരുപക്ഷെ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുക. ഏതായാലും ഏറ്റവും ഒടുവിൽ വരുന്ന ഫലസൂചനകൾ എന്നത് 197 സീറ്റിലേക്ക് NDA സഖ്യം മുന്നേറുകയാണ്. ആകെ 40 സീറ്റ് മാത്രമാണ് മഹാസഖ്യത്തിന് ലഭിക്കുന്നത്. ഇപ്പോൾ അതിലൊരു സീറ്റ് കൂടി കുറഞ്ഞുവെന്ന് നമുക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ്. 6 സീറ്റിലാണ് മറ്റുള്ളവർ ഉള്ളത്. അതിൽ MIM അടക്കമുള്ള പാർട്ടികളാണ് ഈ മറ്റുള്ളവർ എന്നത്. BJP മാത്രം 88 സീറ്റിൽ വിജയിച്ചിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ 74 സീറ്റിൽ ലഭിച്ചിരുന്ന BJPക്ക് ഇത്തവണ 88 സീറ്റിൽ ലീഡ് ചെയ്യാൻ കഴിയുന്നു. 43 സീറ്റുണ്ടായിരുന്ന JDU 79 സീറ്റിലേക്ക് ലീഡ് ഉയർത്തുന്നു. LJP 20 സീറ്റ് പിടിക്കുന്നു. HAM-ഉം RLM-ഉം 4 വീതം സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. മഹാസഖ്യത്തിലേക്ക് വന്നാൽ ആകെ RJD 31 സീറ്റിൽ മാത്രമാണ് ഇതുവരെ ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തിൽ നിന്ന് 44 സീറ്റ് RJDക്ക് കുറയുന്നു. കോൺഗ്രസ് ആണെങ്കിൽ 4 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ഇടതുപക്ഷ പാർട്ടികൾ 6 സീറ്റിൽ. അപ്പോൾ മഹാസഖ്യത്തിലെ എല്ലാ പാർട്ടികളുടെയും സീറ്റ് കുറഞ്ഞു. അപ്പോൾ ഇനി കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ RJDക്കും RJDയെ കുറ്റപ്പെടുത്താൻ കോൺഗ്രസിനും കഴിയാത്ത അവസ്ഥയിൽ എല്ലാ പാർട്ടികൾക്കും ഒരുപോലെ സീറ്റ് ഇടിയുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും ഇപ്പോൾ ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാ പാർട്ടികളും, പ്രതിപക്ഷത്തുള്ള പാർട്ടികളൊക്കെ തന്നെ ആത്മപരിശോധന നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഇനി SIR മാത്രം ഉയർത്തി ഈ ഒരു പരാജയത്തെ ന്യായീകരിക്കാൻ മഹാസഖ്യത്തിന് സാധിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രശാന്ത് കിഷോറിന്റെ ജൻസ്വരാജ് പാർട്ടിക്ക് ഒരു ചലനം പോലും ബീഹാറിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു മണ്ഡലത്തിൽ പോലും ഒരു വോട്ട് കട്ടറായി മാറാൻ പ്രശാന്ത് കിഷോറിന്റെ ജനസ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയെ പരാജയത്തിലേക്ക് നയിക്കാനും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രശാന്ത് കിഷോറിന് ഒരു സ്വാധീനവും ബീഹാറിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, പിയാ സുനിൽ.